ഹലോ ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു കിടിലൻ ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ വരെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കുറേ ടെക്നിക്സും കുറേ ടൂൾസും നമ്മൾ ഷെയർ ചെയ്തിട്ട് അതിലൂടെയെല്ലാം നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികൾക്കാണ് റിസൾട്ട് ഉണ്ടായത്. അത് കമൻറ്റ് ബോക്സിലൂടെയും എനിക്ക് വ്യക്തിപരമായ രീതിയിലെല്ലാം തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നിവിടെ പറയാൻ പോകുന്ന ടെക്നിക്കിനെ കൊണ്ട് ഉപയോഗിച്ചിട്ട് അതൊരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1 കോടിയെ അല്ലെങ്കിൽ 100 കോടിയെ 1 മില്യനെ നമ്മൾ വലിയ എമൗണ്ടായിട്ട് കരുതും. എന്നാൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 1 രൂപയെ ചെറിയ രീതിയിലാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ യൂണിവേഴ്സിൻ്റെ എനർജി അല്ലെങ്കിൽ ലോ പ്രകാരം 1 രൂപയും 1 കോടിയായാലും 1 മില്യൺ ആയാലും 1 ബില്യൺ ആയാലും സെയിം എനർജിയാണ്. അതായത് പണത്തിനൊരു എനർജി ഉണ്ട്. ഈ രീതിയിലാണ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളെ മനസ്സിലാണ് ഇതേപോലെ തന്നെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? 1 രൂപ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ആണെന്നും 1 കോടി എന്ന് പറയുന്ന സമയത്ത് അതൊരു വലിയ എമൗണ്ട് ആണെന്നുള്ള രീതിയിലാണ് നമ്മളെ മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൈൻഡ് ബ്ലോക്കിനെ ഞാൻ റീപ്രോഗ്രാം ചെയ്തു. എങ്ങനെയെന്നല്ലേ, ആസ് ഇഫ് ടെക്നിക്കാണ്. അതായത് ആസ് ഇഫ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോടീശ്വരനായാലോ അല്ലെങ്കിൽ ഒരു ബില്യണർ ആയാലോ, അന്നേരം അത് ചിന്ത വരുന്ന സമയത്ത് അതിനെ അനുഭവിക്കുക അല്ലേ. ഒരു ബില്യണർ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ലൈഫ് സ്റ്റൈൽ? 1 ലക്ഷം രൂപയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? ആസ് ഇഫ് അത് നടക്കുന്നില്ല എന്നല്ല, അത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് 1 കോടി രൂപ കിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങാൻ പോകുന്നത്, എങ്ങനെയുള്ള ലൈഫായിരിക്കും നിങ്ങൾക്ക് നയിക്കുക, അത് നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് 1-2 വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വിഷ്വലൈസേഷൻ കപ്പാസിറ്റി ഉണ്ടാകുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഡ്രീംസ്, എനിക്കൊരു ജോലി വേണമെന്ന് പറയുന്ന പകരമായിട്ട് എനിക്ക് ഇന്ന കമ്പനി ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇന്ന പോസ്റ്റിൽ എനിക്ക് ജോലി വേണമെന്ന് പറയുന്ന സമയത്ത് അതൊരു ക്ലാരിറ്റി വരും അല്ലേ. വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി വരും. അല്ലാതെ ഒരു ജോലി വേണം, ഒരു വീട് വേണമെന്ന് പറയുന്നത് ഏതുതരം കാറാണ്, ഏതുതരം കളറാണ്, ഏതുതരം ബ്രാൻഡാണ്, ഏതുതരം മോഡലാണ്, അതെല്ലാം സ്പെസിഫിക് ആയിട്ട് നമ്മളെ ഡ്രീംസിൽ എഴുതി വെക്കുന്ന സമയത്തും അത് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നുള്ള കാര്യം പലരുടെ ലൈഫിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ലൈഫിലാവട്ടെ, നമ്മളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളുടെ ലൈഫിലാവട്ടെ, അതെല്ലാം തന്നെ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം ഈ പറയുന്ന ആസ് ഇഫ് എന്ന് പറയുന്ന ടെക്നിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈഫിൽ നടക്കില്ല എന്ന് പറയുന്ന കാര്യം എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സെലക്ട് ചെയ്തിട്ട് അത് നടന്നാൽ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകുക. അത് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലും അതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ഒരു കോടീശ്വരൻ സമയത്ത് വെറും പണമല്ല, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ, അവരുപയോഗിക്കുന്ന കാറ്, അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ ബന്ധങ്ങൾ, അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ, അവരെ വീട്, അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ കാണുക. ജസ്റ്റ് നിങ്ങൾ അതായിട്ട് കാണുക. ആസ് ഇഫ് അത് നടന്നാലോ, അത് ആ ഒരു ഫീലിങ്ങിൽ ജീവിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഓക്കെ അത് നടന്നാലോ, അല്ലെങ്കിൽ ഒരു കാറ് മേടിച്ചാലോ, അല്ലെങ്കിൽ അത് നേടിയാലോ എന്നുള്ളൊരു ചിന്തയാണല്ലോ മാനിഫെസ്റ്റേഷന് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നിന്നാണ് പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ചിന്ത മാത്രം മതി നമ്മുടെ ലൈഫിനെ മറിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ 100% ആയിട്ട് അല്ലെങ്കിൽ 100% ഈ കാര്യം നടക്കും. ഇത് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ നടന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.